ശബരിമല ക്ഷേത്രത്തിന്റെ സ്വത്ത് വിവരവും ആസ്തിയും വെളിപ്പെടുത്താനാകില്ലെന്ന് ദേവസ്വം കമ്മീഷണർ. സുരക്ഷാ പ്രശ്നം മൂലം വിവരങ്ങൾ നൽകാനാകില്ലെന്നാണ് വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് ദേവസ്വം കമ്മീഷണറുടെ മറുപടി. ശബരിമല ക്ഷേത്രത്തിന്റേതായി ധനലക്ഷ്മി ബാങ്കിൽ 41.74 കോടിയുടെ സ്ഥിരനിക്ഷേപമുണ്ട്. ക്ഷേത്രസ്വത്തിലെ സ്വർണം, വെള്ളി, വജ്രം, രത്നം, മരതകം എന്നിവയുടെ മൂല്യം സുരക്ഷാ പ്രശ്നമുള്ളതിനാൽ വെളിപ്പെടുത്താനാകില്ല. ക്ഷേത്രത്തിന് പൗരാണികമായി ലഭിച്ച വസ്തുക്കൾക്ക് പുറമെ പല കാലയളവുകളിൽ ലഭിച്ച ഭൂമികൾ സംബന്ധിച്ച വിവരവും ഈ ഘട്ടത്തിൽ നൽകാനാവില്ല. ശബരിമല ക്ഷേത്രത്തിന്റെ സ്വത്തുവിവരവും ആസ്തിയും സംബന്ധിച്ച് വിവരാവകാശ പ്രവർത്തകൻ MK ഹരിദാസ് സമർപ്പിച്ച അപേക്ഷയ്ക്ക് ദേവസ്വം കമ്മീഷണർ നൽകിയ മറുപടി ഇങ്ങനെ: ശബരിമലയിലെ ആസ്തി വിവരം വെളിപ്പെടുത്തുന്നതിലൂടെ എന്ത് സുരക്ഷാ പ്രശ്നമാണ് ദേവസ്വം കമ്മീഷണർക്ക് ഉള്ളത് എന്ന് തെളിയാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി വരെ വ്യവഹരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ വിവരാവകാശ കമ്മീഷനിൽ നാളെ ഞാൻ അപ്പീൽ കൊടുക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ ഞാൻ ഹൈക്കോടതിയിൽ പോകും. ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധിയില്ലെങ്കിൽ ഞാൻ സുപ്രീം കോടതിയിൽ പോകും. ലോകത്തിലെ ഏറ്റവും വരുമാനവും സ്വത്തും ബാങ്ക് നിക്ഷേപവുമുള്ള ആരാധനാലയമായ തിരുപ്പതി ദേവസ്വം ആസ്തി വിവരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. 85,000 കോടിയുടെ ആസ്തിയും സ്വർണം, വജ്രം, മരതകം, രത്നം എന്നിവയുടെ മൂല്യവും വെളിപ്പെടുത്താൻ തിരുപ്പതി ദേവസ്വത്തിന് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ആസ്തി വിവരം സംബന്ധിച്ച വിവരാവകാശ അപേക്ഷയ്ക്ക് ആദ്യം മറുപടി നിഷേധിച്ചെങ്കിലും ഹരിദാസൻ അപ്പീൽ പോയതോടെ വിവരങ്ങൾ ലഭ്യമാക്കി. സ്വർണവും മറ്റ് ആഭരണങ്ങളും സൂക്ഷിച്ച സ്ഥലമോ കസ്റ്റോഡിയന്റെ വിവരങ്ങളോ തിരക്കുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയാമെങ്കിലും അവയുടെ മൂല്യം വെളിപ്പെടുത്തുന്നതിൽ എന്ത് സുരക്ഷാ പ്രശ്നമെന്നതാണ് ഭക്തർ ഉന്നയിക്കുന്ന ചോദ്യം. ശബരിമല മണ്ഡല മകരവിളക്ക് സമയത്ത് ചാർത്തുന്ന തിരുവാഭരണത്തിന്റെ ഉടമസ്ഥാവകാശം ശബരിമല ക്ഷേത്രത്തിനോ തിരുവിതാംകൂർ ദേവസ്വത്തിനോ അല്ലെന്നും മറിച്ച് പന്തളം കൊട്ടാരത്തിന്റെ ഉടമസ്ഥതയിലാണ് എന്നും വിവരാവകാശ മറുപടി വ്യക്തമാക്കുന്നു. 85,000 കോടി ആസ്തിയുള്ള തിരുപ്പതിക്കും മോശമല്ലാത്ത ആസ്തിയുള്ള ഗുരുവായൂരിനും ആസ്തി വെളിപ്പെടുത്താമെങ്കിൽ ശബരിമലയ്ക്ക് മാത്രം എന്ത് സുരക്ഷാ പ്രശ്നമെന്നതാണ് ചോദ്യം. റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.